ഹായ്, എല്ലാവർക്കും സൈറ ലെർണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിരുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും നമുക്കത് എങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം നമുക്ക് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റെഡി ആണല്ലോ? നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ത് റിലേറ്റഡ് ആയിരുന്നു? ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിരുന്നു അല്ലേ? ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ? നമുക്ക് എന്താണ് ടേബിളിൽ 5 കോളേജുകളുടെ ഡീറ്റെയിൽസ്, അതിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട് അല്ലെ? ABCD എന്ന് പറയുന്ന 5 കോളേജസ്, അതിലെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. അതിനകത്തെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ടേക്കിംഗ് ഓൾ ദ കോളേജസ് ടുഗദർ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാ കോളേജിലെയും ഏത് എംപ്ലോയീസിനെ കാണണം? മെയിൽ എംപ്ലോയീസിനെ കാണണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഇവിടെ ആദ്യം ചെയ്യേണ്ട കേസ് ഇതിന്റെ റേഷ്യോ എന്നുമായി അർത്ഥം എന്താ? ഇവിടെ നമ്മൾ 13 പ്ലസ് 6 9 പാർട്ടായിട്ട് 3040 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 13 പാർട്ട് ആളുകൾ മെയിലും 6 പാർട്ട് ആളുകൾ ആരുമാണ്? ഫീമെയിലും ആണെന്നുള്ളതാണ് അർത്ഥം. നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കാം? 3040. നമുക്ക് എല്ലാം എന്തായാലും കണ്ടുപിടിക്കുന്നതിന് ഒറ്റയടിക്ക് നമുക്ക് ഇതിന്റെ പല സാധനങ്ങളും ഒന്ന് കണ്ടുപിടിച്ചേക്കാം. 3040 എംപ്ലോയീസ് ആണ് അത് നമ്മൾ എത്ര പാർട്ടായിട്ടിരിക്കുന്നു? 19 പാർട്ടായിട്ടിരിക്കുന്നു അല്ലെ? 3040 എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പാർട്ടിലും എത്ര എംപ്ലോയീസ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. അപ്പൊ അതില് 13 പാർട്ട് മെയിൽസ് പറയുമ്പോൾ ഇൻറ്റു 13 ചെയ്ത് ഓരോ പാർട്ടിലും എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിന് 13 ഗുണിച്ച് നമുക്ക് മെയിലിന്റെ എണ്ണം കിട്ടും, 6 ഗുണിച്ച് നമുക്ക് ഫീമെയിലിന്റെ എണ്ണം കിട്ടും. ഇവിടെ നമുക്ക് മെയിലിന്റെ എണ്ണമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം 3040/19 എത്രയാണെന്ന് നോക്കാം. 3040/19 എന്ന് പറയുമ്പോൾ 9 എത്ര ഒരു 19 ബാക്കി എത്ര ശിഷ്ടം വരും? 11 ശിഷ്ടം വരും. 114 എന്ന് വരും. 114 നമ്മുടെ ഇതിൽ എത്ര ശരിക്കും? 54, ബാക്കി 5 ഒരാ 11 അല്ലെ? അപ്പൊ 160 ആയിരിക്കും ഇവിടെ ഓരോ പാർട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 160 13 പാർട്ട് മെയിൽസ് ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം 160 × 13 ഗുണിച്ച് നമുക്ക് എന്ത് കിട്ടും? മെയിൽസിന്റെ എണ്ണം കിട്ടില്ലേ? അപ്പൊ 160 × 13 ഗുണിച്ച് നോക്കിയേ, 160 × 10 1660 × 480 1600 എത്ര കിട്ടും? 2080 മെയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടാവാം അല്ലെ? അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ 3360 തിരിച്ചിരിക്കുന്നു. അപ്പൊ ഓരോ പാർട്ടിലും എത്രയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 33 4 7 28 അല്ലെ? ബാക്കി 5 56 480 പാർട്ട്. ഓരോ പാർട്ടിലുള്ള എംപ്ലോയീസിന്റെ എണ്ണം അങ്ങനെ 4 പാർട്ടായിട്ടാണ് മെയിലിനെ തിരിച്ചിരിക്കുന്നത്. 4 പാർട്ടുകൾ ചെയ്തതാണ് മെയിൽ. 480 × 4 80 × 4 320. അപ്പൊ 1920 പേരായിരിക്കും നമ്മുടെ ബി പറയുന്ന കോളേജിലെ മെയിൽസിന്റെ എണ്ണം അല്ലെ? ഈ സിയിലെ എണ്ണം കണ്ടുപിടിക്കണേ. ആദ്യം സിയിലെ ഓരോ പാർട്ടിലും എത്ര വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ? നമുക്ക് ഇവിടെ 160 കിട്ടി. നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ, കാരണം ഓരോ പാർട്ടിലും എത്ര പേരുണ്ട് എന്നുള്ളത്. 9 ബൈ 9 20 അല്ലെ? 0 0 വെട്ടിപ്പോയ 2 9 2 4 8 ബാക്കി 1 6 അപ്പൊ 146 ആയിട്ടാണ് ഓരോ പാർട്ടിയും തിരിച്ചിരിക്കുന്നത്. ആ 146 × 9 അല്ലെ? 100 × 9 40 × 9 360. അപ്പൊ 900 360 കൂടി 1260 അല്ലെ? 1260 പിന്നെ 54 1260 54 ആദ്യം 314 എന്ന് കിട്ടും അല്ലെ? 1260 54 കൂട്ടിയാൽ ഒന്നുകൂടെ നോക്കാം. 146 × 9 ഗുണിക്കുന്നതിന് പകരം 100 × 9 ഗുണിച്ചപ്പോ 900, 40 × 9 ഗുണിച്ചപ്പോ 360, 900 360 കൂടെ കൂട്ടി 1260 പിന്നെ 6 × 9 54 1260 54 കൂടെ കൂട്ടി 1314 എന്ന് കിട്ടി. അടുത്തത് ഡിയുടെ കേസിലേക്ക് വരുമ്പോൾ 2760 പേരാണ് അവിടെ. 13 കൂട്ടിയത് 23. സോ 23 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം അല്ലെ? ബാക്കി 4 ശിഷ്ടം 46 2 പ്രാവശ്യം, അങ്ങനെ 120 ആയിരിക്കും ഓരോ പാർട്ടിയും അവിടെ ഉണ്ടാവുക. ഇപ്പൊ 120 അറിയാം, 1200 ആണ് വേണം. അടുത്ത 2840 ആണ് ടോട്ടൽ എംപ്ലോയീസ്. അതിന് 13 + 7 20 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 284 1 4 ഉണ്ട് അല്ലെ? 142 പ്രാവശ്യമാണ് പോവാം. 142 × 13 ഗുണിക്കണം അല്ലെ? 142 × 13 ഗുണിക്കുമ്പോൾ എന്താ നമ്മൾ എങ്ങനെ വിളിക്കാം? 100 × 13 1300 അല്ലെ? പിന്നെ 40 × 13 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 4 × 13 13 × 4 52 ആണ്. സോ 520 അല്ലെ? പിന്നെ 13 26 കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 6 6 2 2 4 5 8 1846
ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ആരുടെ എണ്ണം കിട്ടും? ടോട്ടൽ എംപ്ലോയീസിന്റെ എണ്ണം കിട്ടില്ലേ? ടോട്ടൽ മെയിൽ എംപ്ലോയീസിന്റെ എണ്ണം കിട്ടില്ലേ? ഇവിടെ 6 4 ബാക്കി 5 5 5 1 6 6 2 8 16 അല്ലെ? അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ 6 0 വരുന്ന ഒറ്റ ഓപ്ഷനിലുള്ളൂ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. 16 കിട്ടി. ബാക്കി ശിഷ്ടം 8 1 9 9 2 11 11 3 14 9 23 3 ബാക്കി 2 ശിഷ്ടം അല്ലെ? 2 2 4 4 പക്ഷേ ഈ ഒരു ക്വസ്റ്റിലെ സമയം എടുത്തല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം അടുത്ത ചോദ്യം മുതൽ ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. കാരണം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓരോ പാർട്ടിയും എത്ര ഉണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പിന്നെ ഇതിലേക്ക് മെയിൽ എംപ്ലോയീസിന്റെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ മുതൽ എന്നുള്ളത് മനസ്സിലാക്കാം. ഓൾറെഡി ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വാട്ട് ഈസ് ആവറേജ് നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ടേക്കിംഗ് ഓൾ ദ കോളേജസ് ടുഗദർ എന്ന് പറയുമ്പോൾ പിന്നെ ഫീമെയിൽ എംപ്ലോയീസിന്റെ എണ്ണാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിൽ ഓരോ പാർട്ടിലും എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? 160 480 146 അല്ലേ കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വരുന്നു 480 അല്ലെ? പിന്നെ എത്രയായിരുന്നു? 146 120 146 120 പിന്നെ എത്രയായിരുന്നു? 142 അല്ലെ? സോ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഫീമെയിൽ എംപ്ലോയീസിന്റെ എണ്ണം കിട്ടണമെങ്കിൽ ഒരു പാർട്ടിൽ 160 എംപ്ലോയീസ് ആണ് അങ്ങനെ ആ പാർട്ട് അവിടെ ഉണ്ട്. അപ്പൊ 16 × 6 96 ഒരു 0 960 480 × 3 എന്ന് പറയുമ്പോൾ 400 × 3 1080 × 3 240 1440 അല്ലെ? പിന്നെ 146 × 11 എന്ന് പറയുമ്പോൾ 1460 146 കൂടെ കൂട്ടണം അല്ലെ? 1460 6 ബാക്കി 2 4 2 6 1606 അല്ലെ? 1606 കിട്ടി. 120 × 13 വിളിക്കുമ്പോൾ 12 × 13 130 2 × 13 26 156 അപ്പൊ 1560 ആയിരിക്കും. 142 × 7 142 × 7 എന്ന് പറയുമ്പോൾ 100 × 7 227 280 980 2 × 7 14 994 അല്ലെ? സോ ഇതെല്ലാം കൂടെ കൂട്ടാം. അപ്പൊ നമുക്ക് എത്ര കിട്ടാം? അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ എംപ്ലോയീസിന്റെ എണ്ണം കൂട്ടി എന്ത് കുറച്ചാൽ മതി? ടോട്ടൽ മെയിൽ എംപ്ലോയീസ് നമുക്ക് അറിയാം. കുറച്ചാലും നമുക്ക് ഫീമെയിൽ എംപ്ലോയീസിന്റെ എണ്ണം കിട്ടും. ഓക്കെ, എണ്ണം കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 0 അല്ലെ? 6 4 10 ബാക്കി 1 9 6 4 20 6 ബാക്കി 2 ശിഷ്ടം 9 2 11 5 16 6 22 4 26 9 എത്ര കിട്ടാം? 3 ശിഷ്ടം അല്ലെ? 6560 ആണ് ടോട്ടൽ എംപ്ലോയീസ് അല്ലെ? സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ആവറേജ് അല്ലേ കണ്ടുപിടിക്കേണ്ട? ടോട്ടൽ ഫീമെയിൽ ആൻസർ. നമുക്കറിയാം 1 6 1 5 5 അല്ലെ? ബാക്കി 1 ശേഷം 15 60 എത്ര ആയിരിക്കും? 5 ബാക്കി 1 ശേഷം 10 2 പ്രാവശ്യം. സോ 1312 ആയിരിക്കും ആവറേജ് നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ടേക്കിംഗ് ഓൾ ദ കോളേജ് ടുഗദർ എന്നുള്ള സാധനത്തിന്റെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഇൻ വർക്കിംഗ് ഇൻ കോളേജസ് എ ആൻഡ് ഇ സി ടുഗദർ. നമുക്ക് ഓൾറെഡി ആദ്യത്തെ ക്വസ്റ്റ്യൻസിൽ അറിയാം എയിൽ സിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത്. എയിൽ എത്ര എംപ്ലോയീസ്? സിയിൽ 1314. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 2080 1380 1314 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? നോക്കി എത്ര കിട്ടാം? 4 8 9 304 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ മെയിൽ എംപ്ലോയീസ് അല്ലെ? അപ്പൊ അത് മോർ ദാൻ ദി നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ കോളേജസ്. അപ്പൊ നമുക്ക് ബിയിലും ഡിയിലും എത്ര ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ടെന്ന് നോക്കി. 1440 1560 അപ്പൊ 1440 കൂടെ കൂട്ടുമ്പോൾ 0 അല്ലെ? 6 4 10 ബാക്കി 1 5 ബാക്കി 1 3000 എംപ്ലോയീസ് ആണ് ഉള്ളത്. 3000 എന്ന് പറയുന്ന സാധനം 394 തമ്മിലുള്ള എന്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താ വേണ്ട? 3000-നേക്കാൾ എത്ര കൂടുതലാണെന്നല്ലേ ചോദിക്കും. 3000 × 100 എന്നാണ്. 3399 മൈനസ് 3000 4 ഡിവൈഡഡ് ബൈ 3000 × 100 എന്ന് വരും. അപ്പൊ നമുക്കിത് താഴെ 3000 ആയോണ്ട് നമുക്ക് ഈ 2 പൂജ്യങ്ങളെ വെട്ടിക്കളയാനാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ 394 30 എത്ര ആശം പോകുന്നു? 30
പ്രാവശ്യം വരും. ബാക്കി 9 ശിഷ്ടം 4 എത്ര പ്രാവശ്യം പോകും? ഏകദേശം 3 പ്രാവശ്യം പോകും. സോ അപ്പോ ബാക്കി 4 ശിഷ്ടം ഉണ്ടാവും. പക്ഷെ എന്നാലും അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആയിരിക്കും? ഇറ്റ് ഈസ് 13% ആയിരിക്കും. 13% ആയിരിക്കും അവിടെ എയിലെയും സിയിലെയും മെയിൽ എംപ്ലോയീസിന്റെ എണ്ണം ആരേക്കാൾ കൂടുതൽ? ബിയിലെ ഫീമെയിൽ എംപ്ലോയീസിനേക്കാൾ കൂടുതൽ. ആണല്ലോ. What is the ratio of female employees working in colleges? College D to that of in college E എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കോളേജ് ഡിയില് എത്ര ഫീമെയിൽ എംപ്ലോയീസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. എത്രയാണ് കോളേജ് ഡിയിലെ ഫീമെയിൽ എംപ്ലോയീസ്? 1560 അല്ലെ. സോ ആ 1560 പിന്നെ ഇയിലെ ഫീമെയിൽ എംപ്ലോയീസ് എത്രയാണ്? ഇയിലെ എത്രയായിരുന്നു? യെസ് 994 ആണ്. 994 തമ്മിലുള്ള എന്ത് റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ചോദിക്കുക. നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ 2 പോകും അല്ലെ. അപ്പൊ 7 പ്രാവശ്യം 7 14 ബാക്കി 16 അല്ലെ. എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം പിന്നെ 0 അതേപോലെ എഴുതാം. 994 എത്രയാണ്? 24 29 എത്ര പ്രാവശ്യമാണ് പോവാ? 9 2 18 ബാക്കി 7 പ്രാവശ്യം. അപ്പൊ 780 to 497 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The number of employees working in college C is approximately dash percentage more than that college D എന്നുള്ള പറയുന്നത് അല്ലെ. കോളേജ് സിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എണ്ണം കോളേജ് ഡിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എണ്ണത്താൽ എത്ര കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം. സോ എന്താ ചെയ്യേണ്ടത്? 2920 മൈനസ് 2760 പിന്നെ കോളേജ് ഡിയുടെ കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 2760 into 100 ആണ് ചെയ്യേണ്ടത് അല്ലെ. കൂടുതൽ 2760 കുറച്ചാൽ എത്ര വരിക? ഇവിടെ 0 അല്ലെ. 6 6 12 ബാക്കി 1 അവിടെ ഡിഫറൻസ് വരും. 760 into 100 ആണ് ചെയ്യേണ്ടി വരിക അല്ലെ. അപ്പൊ നമുക്ക് ഏകദേശം 2760 അപ്രോക്സിമേറ്റ്ലി അല്ലേ വേണ്ടത്? എത്ര പെർസെന്റേജ് ആയിരിക്കും? 276. അപ്പൊ അതിനേക്കാൾ ചെറുത് നമുക്ക് ഉറപ്പാണ്. 276 പകുതി എത്രയാ? 200 അതായത് 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 10% 276 ആണെങ്കിൽ 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കും അല്ലെ. എത്രയും വരിക? 138 ആയിരിക്കും വരിക. അതിനേക്കാൾ കുറച്ച് കൂടുതലാണ് അല്ലെ. 5നേക്കാൾ കൂടുതലാണ് നമുക്ക് ഉറപ്പാണ്. പക്ഷെ അപ്പൊ 4 അല്ല 10 അല്ല നമുക്ക് ഉറപ്പായി. ഇനി 8 ആണോ 6 ആണോ എന്നുള്ളതാണ്. 276 into 1% 27.6 ആയിരിക്കും. into 8 ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 7.6 into 8 എന്ന് പറയുമ്പോൾ 25 into 8 എന്ന് പറയുമ്പോൾ തന്നെ 20 into 8 എന്ന് പറയുമ്പോൾ 160. അപ്പൊ എന്തായാലും 8% ആവാൻ വഴിയില്ല. കാരണം 27.6 into 8 കുടിക്കുമ്പോൾ ഒരു വലിയ വാല്യൂ ആണ് കിട്ടുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആയിരിക്കും? 6% ആയിരിക്കും അവിടുത്തെ ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? അത്തരം ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നത് അല്ലെ. ഇനി ഈ ചോദ്യം എന്താണ്? ഇഫ് P is 3:4, Q is to R is 5:3, then P is to Q is to R. നമ്മൾ ഓൾറെഡി പഠിച്ചതാണിത് അല്ലെ. എങ്ങനെയാണ് P is to Q is to R കാണേണ്ടത്? PQR എന്നിങ്ങനെ എഴുതാം. P ന്റെ താഴെ 3 എന്ന് എഴുതാം അല്ലെ. Q ന്റെ താഴെ 4 എന്ന് എഴുതാം. 3:4. Q is to R Q ന്റെ താഴെ 5 എന്ന് എത്ര എഴുതാം? എന്നിട്ട് എങ്ങനെ ഗുണിക്കണം നമ്മൾ പഠിച്ച ഗാസ് ഷേപ്പിൽ അല്ലെ. അപ്പൊ 3 into 5 എത്ര കിട്ടാ? 15 എന്ന് P ന് താഴെ എഴുതി. 20 എന്നിവിടെ എഴുതി. 12 എന്നിവിടെ എഴുതി. അപ്പൊ എത്രയായിരിക്കും ഇവിടുത്തെ റേഷ്യോ? 15 20 ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The ratio of present ages of P and Q is 3:2. 4 years back the ratio was 5:3. What will be the ratio after 4 years എന്നുള്ളതാണ് ചോദിച്ചേക്കണം. അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് 3:2 ആണെന്ന് പറയുമ്പോൾ പിന്റെ ഏജിനെ നമുക്ക് 3x ആയിട്ടും ക്യൂവിന്റെ ഏജിനെ 2x ആയിട്ടും വെച്ച് എക്സ് എന്ന് പറയുന്ന കോമൺ ഫാക്ടർ വെച്ച് വെട്ടി ചെറുതാക്കിയപ്പോഴായിരിക്കും 3:2 എന്ന് കിട്ടിക്കണം. നമ്മൾ അങ്ങനെയാണല്ലോ റേഷ്യോ കാണാം. കോമൺ ആയിട്ട് രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു വലിയ സംഖ്യ വെച്ച് നമ്മൾ അതിനെ ആ സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പിയുടെ കറക്റ്റ് ഏജ് എത്രയായിരിക്കും? 3x ഉം ക്യൂവിന്റെ കറക്റ്റ് ഏജ് എത്രയായിരിക്കും? 2x ആയിരിക്കും. 4 years back എന്ന് പറയുമ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പ് എത്രയായിരിക്കും? 3x മൈനസ് 4 ആയിരിക്കും അല്ലെ. പിന്നെ ക്യൂവിന്റെ വയസ്സ് എത്രയായിരിക്കും? അപ്പോ 2x മൈനസ് 4 വർഷങ്ങൾക്ക് മുമ്പുള്ള രണ്ടുപേരുടെയും വയസ്സ് 4 വയസ്സ് കുറവായിരിക്കും. ഇപ്പോൾ ഉള്ള റേഷ്യോ 5:3 ആണെന്ന് പറഞ്ഞാൽ 5/3 ആണ് വരിക. ഇനി എന്ത് ചെയ്യണം? ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3x മൈനസ് 4 is equal to എന്താ വരിക? 5 into 2x minus 4 5 into 2x minus 4 എന്ന് എഴുതാം. ഇനി ഓപ്പൺ ചെയ്യാം 9x അല്ലെ. പിന്നെ 3 into minus 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? -12. ഓപ്പൺ ചെയ്യുമ്പോഴോ
5 into 2x എന്ന് പറയുമ്പോൾ 10 അല്ലെ. പിന്നെ 5 into -4 എന്ന് പറയുമ്പോൾ -20 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ എക്സിനെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ വലിയ എക്സ് എവിടെ കിടക്കുന്നോ അങ്ങോട്ട് ചെറുതിനെ കൊണ്ടുവരാം. അപ്പൊ 9x ഇങ്ങോട്ടും വന്നോട്ടെ, -20 ഇങ്ങോട്ടും വന്നോട്ടെ. -20 ഇപ്പുറത്ത് വരുമ്പോൾ എന്താ വരാ? 20 minus 10x ആ 9x ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? -9x. 10x minus 9x എത്രയാ? x ആണ് അല്ലെ. അപ്പൊ 20 എക്സിന്റെ വാല്യൂ എത്രയാണ്? ഇനി എന്താ ചോദ്യം? 1 അപ്പൊ എക്സിന്റെ വാല്യൂ 8 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സുകൾ എത്രയൊക്കെ ആയിരിക്കും ആലോചിച്ച് 3 into 8 24 വയസ്സുകൾ. ന്റെ വയസ്സ് 3 into 8 എക്സിന്റെ വാല്യൂ ആണ് 8 എന്ന് കിട്ടിയത്. അപ്പൊ 3 into 8 24. ക്യൂവിന്റെ വയസ്സ് എത്രയായിരിക്കും? 2 into 8 16 ആയിരിക്കും ക്യൂവിന്റെ വയസ്സ്. ഇനി നമ്മൾ 4 വർഷങ്ങൾക്ക് ശേഷം തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നുള്ളതാണ്. അപ്പൊ 4 വയസ്സാണെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ 28. പിന്നെ 16 ആണ് ഇപ്പോഴത്തെ വയസ്സെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ 20 അല്ലെ. അപ്പൊ 28 20 എന്ത് പോവും? 4 പോവും. 4 7 പ്രാവശ്യം 24 ആൻസർ 7:5 ആയിരിക്കും ആൻസർ. ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A and B invest in the ratio 3:5. After 6 months, finds the business investing an amount equal to B. അല്ലെ. At the end of the year, what will be the ratio of the profits എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ റേഷ്യോ നമ്മൾ ആദ്യത്തെ ആളുടെ ഇതിനെ എക്സ് എന്ന് 3x രണ്ടാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെന്റ് 5x എന്ന് എടുക്കുകയാണെങ്കിൽ 3x എമൗണ്ട് എത്ര വർഷം അവിടെ കിടക്കും? ഒരു വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര മാസം അവിടെ കിടന്നുണ്ട്? 12 മാസം അവിടെ കിടന്നുണ്ട് അല്ലെ. 3x 12 കിടന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ആളുടെ ബിയുടെ 12 മാസം കഴിയുമ്പോൾ 3x into 12 എന്നുള്ള ഒരു റേഷ്യോയിൽ എടുക്കും. പിന്നെ ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് 5x ആയിരിക്കും അല്ലെ. അപ്പൊ 5x into എത്രയെന്ന് എടുക്കും? കാരണം ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റും എത്ര കാലം കിടന്നിട്ടുണ്ട്? 12 മാസം കിടന്നിട്ടുണ്ട്. ഇനി 6 മാസം കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? 5x into 6 ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്താണ് സി വരികയാണ്. സി വരുന്ന സമയത്ത് സിന്റെ നമുക്കറിയാം ഈക്വൽ ടു ബി. ബിനെ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5x എമൗണ്ട് തന്നെയാണ് സിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അത് എത്ര മാസേ പക്ഷെ കിടക്കുന്നുള്ളൂ? 6 മാസം കഴിഞ്ഞ് വന്നുകൊണ്ട് ബാക്കിയുള്ള 6 മാസേ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കിടക്കുന്നു. ബിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് തമ്മിലുള്ള റേഷ്യോ ഇതാണ്. ഇൻവെസ്റ്റ്മെന്റ്സ് റേഷ്യോ തന്നെയാണ് എന്തായിട്ട് മാറുക? പ്രോഫിറ്റിന്റെ റേഷ്യോ ആയിട്ട് മാറുക. അതായത് ഇൻവെസ്റ്റ്മെന്റ് എത്ര ഇൻറ്റു എത്ര മാസം എന്നുള്ള സാധനം അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം 3x into 12 എന്ന് പറയുമ്പോൾ 36x അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് വെട്ടി പോകുന്ന സാധനം ഉണ്ടെങ്കിൽ ചെയ്യാം. അതായത് ഇപ്പൊ 12 6 പോവില്ലേ? 12 6 2 പ്രാവശ്യം 12 6 2 പ്രാവശ്യം 6 ഒരു പ്രാവശ്യം അല്ലെ. അപ്പൊ പിന്നെ എക്സ് ഇല്ല എല്ലാത്തിലും. എക്സ് എല്ലാത്തതും വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. എന്താ 3 into 2 6 5 into 2 10 10 into 1 7. പിന്നെ 6ലും 10ലും 5 കോമൺ ആയിട്ടൊന്നും പോകാനില്ലാത്തതുകൊണ്ട് അവരുടെ പ്രോഫിറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 6:10:1. അതായത് എത്ര പ്രോഫിറ്റ് കിട്ടിയോ അതിൽ 6 ഭാഗം 6 + 10 16 5 21 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 6 ഭാഗം കൊടുക്കും എക്ക് കൊടുക്കും, 10 ഭാഗം ബിക്ക് കൊടുക്കും, 5 ഭാഗം സിക്ക് കൊടുക്കും. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Among 132 examinees of a certain school, the ratio of successful to unsuccessful students is 9:2. അപ്പൊ 132 സ്റ്റുഡൻസ് മൊത്തത്തിലുള്ളത്. അതിനെ നമ്മൾ എത്ര പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നു? 9 + 2 11 പാർട്ടായി ചെയ്യുന്നു. ഓരോ പാർട്ടിലും എത്ര ഉണ്ടാവും? ഒരു 11 2 സെഷൻ 22 2 പ്രാവശ്യം 12 പേര് വെച്ചിട്ടായിരിക്കും ഓരോ പാർട്ടിലും ഉണ്ടാവുക. അതില് സക്സസ്ഫുൾ എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം അല്ലെ. സക്സസ്ഫുൾ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 9 into 12 അല്ലെ. 9 into 12 എത്രയാ? 10 into 9 90, 2 into 9 18. അപ്പൊ എത്ര കിട്ടാം? 108 കുട്ടികളായിരിക്കും സക്സസ്ഫുൾ ആയിട്ട് അവിടെ ഉണ്ടാവുക അല്ലെ. ഇനി അൺസക്സസ്ഫുൾ സ്റ്റുഡൻസിന്റെ എണ്ണോ? അൺസക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ അൺസക്സസ്ഫുൾ സ്റ്റുഡൻസ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ 2 പാർട്ടായിരിക്കും വരിക. അപ്പൊ 2 into 12 24 കുട്ടികൾ തോറ്റ കുട്ടികളുമാണ്. ചോദ്യം എന്താ? 4 കുട്ടികൾ കൂടെ പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായ കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു? 108 ആയിരുന്നു ഇപ്പോഴും. അപ്പൊ 4 കുട്ടികളും കൂടെ പാസ്സായ എത്ര പേരാവുമായിരുന്നു? 112 പേരും ആവുമായിരുന്നു. പക്ഷെ തോറ്റ കുട്ടികളല്ലേ പാസ്സാവുക. അപ്പൊ 24 എന്നുള്ള തോറ്റ കുട്ടികളുടെ എണ്ണം എത്രയായിട്ട് മാറുമായിരുന്നു? 20 എന്നായിട്ട് മാറുമായിരുന്നു. സക്സസ്ഫുൾ ടു അൺസക്സസ്ഫുൾ സ്റ്റുഡൻസിന്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 112/20 ചെയ്യാം. 4 കുട്ടികൾ പാസ്സാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി തോറ്റ കുട്ടികളുടെ എണ്ണം കുറയും അല്ലെ. 24 എന്നുള്ള എത്രയായിട്ട് മാറും? 4 കുട്ടികൾ കുറഞ്ഞ് 20 ആയിട്ട് മാറി. ഇനി 112/20 എത്രയാണ് പോവാ? 112ലും 20ലും 4 പോവും അല്ലെ. 11ൽ 4 എത്ര പ്രാവശ്യം? 24
ബാക്കി 32 8 പ്രാവശ്യം 20 5 പ്രാവശ്യം 28/5 ദാറ്റ് ഈസ് 28:5 ആയിരിക്കും സക്സസ്ഫുൾ ടു അൺസക്സസ്ഫുൾ സ്റ്റുഡന്റ് പുതിയ റേഷ്യോ എന്ന് പറയുന്ന സാധനം. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ബി സി ഇൻവെസ്റ്റഡ് 13,000 17,000 5,000 respectively in a business at the end of year they earn a profit of rupees 1,400. അപ്പൊ നമുക്ക് ഇവിടെ ഇത്ര മാസത്തേക്ക് എല്ലാ മാസങ്ങളും കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ, എത്ര വർഷത്തേക്ക് കിട്ടും? അപ്പൊ 13,000 into 12 is to 17,000 രൂപ രണ്ടാമത്തെ ആൾ ഇട്ടിരിക്കുന്നു, അതും 12 മാസത്തേക്ക് തന്നെയാണ്. അപ്പൊ ഇൻറ്റു 12. പിന്നെ 5,000 രൂപ ഇട്ടിരിക്കുന്നു, അതും 12 മാസത്തേക്കാണ്. സോ 5,000 into 12 എന്നാണ് എഴുതുക അല്ലെ? പ്രോഫിറ്റ് റേഷ്യോ കാണാൻ നമുക്കറിയാം 12 എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് അത് വെട്ടിക്കളയാം. സോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ സെയിം മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ സെയിം വർഷങ്ങളിലേക്കാണ് ഇവർ ഇട്ടിരിക്കുന്നെങ്കിൽ ആ എമൗണ്ട് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ തന്നെ കണ്ടുപിടിച്ചാൽ മതി, സെയിം മാസങ്ങളാണെങ്കിൽ, സെയിം കാലാവധി ആണെങ്കിൽ. അപ്പൊ 13,000 ഇസ്റ്റു 17,000 ഇസ്റ്റു 5,000 എന്ന് പറയുമ്പോൾ 3 പൂജ്യങ്ങൾ വെച്ച് അങ്ങനെ വെട്ടിപ്പോയാൽ 13:17:5 ആണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. അത് തന്നെയാണ് അവിടുത്തെ എന്ത് റേഷ്യോ? പ്രോഫിറ്റ് റേഷ്യോ അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര പാർട്ടായി തിരിക്കണം? 13, 17, 30, 5 35 പാർട്ടായി തിരിക്കണം. സോ 1,400നെ 35 പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ എത്രയാണ് വരിക? ഓരോ പാർട്ടിലും ബി ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ പറഞ്ഞത്? അപ്പൊ ബിക്ക് എത്ര പാർട്ട് കൊടുക്കണം? അതില് 17 പാർട്ട് കൊടുക്കണം. ഇൻറ്റു 17 കൂടെ ചെയ്താൽ മതി അവിടെ. ഒരു പാർട്ടിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ച് ഇൻറ്റു 17 ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം 140 35 എത്ര പ്രാവശ്യം പോവും? 35 into 2 70 ആണ്. അതിന്റെ ഇരട്ടിയാണ് 140 എന്ന് പറയുമ്പോൾ 35 into 4 ആയിരിക്കും 140 അല്ലെ? 40 into 17 40 into 17 എത്രയായിരിക്കും? 17 into 4 68. സോ 680 രൂപയായിരിക്കും ആരുടെ പ്രോഫിറ്റ്? ബിയുടെ പ്രോഫിറ്റ്. ഇനി എയുടെ പ്രോഫിറ്റ് ആണ് കണ്ടെങ്കിൽ 13 കൊണ്ട് ഗുണിക്കുക, സിയുടെ പ്രോഫിറ്റ് ആണ് കാണുന്നെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക. ഏതിനെ? 40നെ. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ അതിന്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വേസ് ആണ് പറഞ്ഞു തന്നത്. സോ അപ്പൊ അതെല്ലാവരും ഡൗട്ട് ഉള്ളത് ഈ പറഞ്ഞ പോലെ ഒന്ന് ക്ലിയർ ആക്കി പോവാം. ഓക്കെ, സോ ഇപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ എക്സാം അടുത്തെത്താനായി. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ ടോപ്പിക്കുമായിട്ട് കണ്ടുപിടിക്കും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.